ഇന്ന് ഞാൻ പായസമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീടുകളിൽ മിച്ചം വരാറുള്ള ചോറ് കൊണ്ട് പല രീതിയിലുള്ള റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ചോറ് കൊണ്ട് പായസമാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് ശർക്കരപ്പാനി, 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ, 1/2 കപ്പ് രണ്ടാം പാൽ, 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 2 ടേബിൾ സ്പൂൺ നെയ്യ്, ചുക്കുപൊടി 1/2 ടീസ്പൂൺ. ചുക്കുപൊടിക്ക് പകരം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവുന്നതാണ്. അപ്പം നമുക്ക് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പോട്ട് സ്റ്റൗവിൽ വെക്കാം. ചൂടായതിന് ശേഷം 1/2 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഏത് റൈസായാലും കുഴപ്പമില്ല. ഒന്ന് ഇളക്കി കൊടുത്ത് 2 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് കട്ടിയുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലും ശർക്കരയാണ് ഈ പായസത്തിന് ടേസ്റ്റ് കൂട്ടുന്നത്. നല്ല പോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ശർക്കര ഉരുക്കിയിട്ടാണ് ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ടുള്ളത്. ശേഷം അടച്ച് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടിക്ക് പകരം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവുന്നതാണ്. ചുക്കുപൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കി 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇനി തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെക്കുക. ഫ്ലെയിം ഓൺ ചെയ്യാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തിന് പകരം കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. ഇനി ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള റൈസ് പായസം ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. Thank you.